തൃശ്ശൂർ ജില്ലയുടെ സ്പന്ദനമെല്ലാം തൊട്ടറിയുന്ന മുൻ മന്ത്രിയും CPI നേതാവായിട്ടുള്ള സുനിൽകുമാർ സുനിലേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കലോത്സവത്തെ? തൃശ്ശൂർ കലോത്സവം എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൻ്റെ വൈബ് കൂടെ വന്നപ്പോൾ കണ്ടില്ലേ, അത് നമ്മുടെ ഈ ആധുനിക കേരളത്തിലെ ജൻസിയുടെ കലോത്സവമാണ്. അത് ജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ജനറേഷൻ്റെ ഒരു കലാസംഗമം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടികളാണ്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായി എല്ലാ കലാകാരന്മാർക്കും അത് പെർഫോം ചെയ്യാനുള്ള, അതായത് കംഫർട്ടബിളായിട്ട് പെർഫോം ചെയ്യാനും അവർക്ക് ഭയങ്കരമായിട്ട് ആഘോഷിക്കാനും കഴിയുന്ന രീതിയിൽ ആണ് ഈ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്നലെ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ജൻസിയെ ബാധിച്ചിരിക്കുന്ന ചില ജങ്ക് ഫുഡ്സ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പം അവരുടെ മാനസികാരോഗ്യം, ശാരീരികാരോഗ്യങ്ങളെ വിപുലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും കഴിയുന്ന രീതിയിലേക്ക് ഒരു സംസ്കാരം അവരിലേക്ക് സന്നിവേശിപ്പിക്കാനും കൂടി ഈ കലോത്സവത്തിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്ന നിലയിൽ പ്രചാരം നേടിയിട്ടുള്ള 64ാമത്തെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ തൃശ്ശൂർ വരുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടൊരു സന്തോഷം എന്താ വെച്ചാൽ, കഴിഞ്ഞ തവണ കലോത്സവം വരുമ്പോൾ ഞാനിതിൻ്റെ ചെയർമാനായി ഇവിടെ MLA ആയിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ A to Z കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴും ആ കലോത്സവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ മന്ത്രി രാജനും ബിന്ദു ടീച്ചറൊക്കെയാണ് നടത്തുന്നത്. ഞാൻ രവീന്ദ്രൻ മാഷായിരുന്നു അന്നത്തെ നമ്മുടെ നടത്തിപ്പുകാർ. അപ്പോൾ അത് ഗംഭീരമായി നടത്തുകയാണ്. പ്രത്യേകിച്ച് ശിവൻകുട്ടിയെ പോലുള്ള ഒരു സംഘാടകൻ, ഞാൻ ആൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം പോലും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിലുള്ളതിൻ്റെ വൈഭവം, പിന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടുള്ള കൂട്ടായ്മ, പിന്നെ തൃശ്ശൂർക്കാർ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല. എല്ലാവരും ഒരുമിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്നിച്ച് ഗംഭീരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജൻസി മഹോത്സവം അതിഗംഭീരമായി തൃശ്ശൂരിൽ സമാപിക്കും. അത് കേരളത്തെ പിന്നെ ഇവിടുത്തെ ഈ മൺമറഞ്ഞു പോകുന്ന പല കലകളെയും സംരക്ഷിക്കുന്നുണ്ട്, നമ്മൾ കാണേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് റേസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജൻസി വളരെ ജീവസുറ്റ ഒരു തലമുറ നമുക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഭീര സംഭവമാണ്. വളരെ പേഴ്സണലായിട്ടൊരു ചോദ്യം കൂടെ. തൃശ്ശൂർ ഇപ്പോൾ നിലവിൽ 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ സ്വർണ്ണക്കപ്പ് അടിച്ചത് തൃശ്ശൂരാണ്. ഒരു മടങ്ങിവരം ഉണ്ടാവും, അല്ലെങ്കിൽ ആ പോയിന്റ് പട്ടികയിലേക്ക് കുതിച്ചെത്തുമോ തൃശ്ശൂർ? ആ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഇത്തവണ ഞങ്ങൾ അത് 1ാം സ്ഥാനത്തേക്ക് എത്തുന്നതാണ്. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ ഒരു ജില്ലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. ഞാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയാണ് പറയാന്നുണ്ടെങ്കിലും ഈ കലോത്സവത്തിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനത്തിനൊന്നും വേണ്ടി നമ്മൾ വർത്തമാനം പറയണ്ട. കാരണം നമ്മൾ കുട്ടികളോട് പറയുന്നത് എന്താ, സമ്മാനമല്ല മക്കളെ, നമ്മൾ പങ്കെടുക്കലാണ് ഗംഭീരം എന്ന് പറയുമ്പോൾ നമ്മൾ 1ാം സ്ഥാനത്തിന് വേണ്ടി ഒരു എന്നാലും ആ മത്സരം ഉണ്ടാവട്ടെ, ഗംഭീരമായിട്ട് നടക്കട്ടെ. തൃശ്ശൂർക്കാർ അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിജയിക്കുന്നതാണ് എൻ്റെ ധാരണ. ഓക്കെ.